അധ്യായം 7 വാക്യങ്ങൾ 13-14. ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ. വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ്. അതിലെ കടന്നു പോകുന്നവർ വളരെ ആണ് താനും. എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ്. അത് കണ്ടെത്തുന്നവരോ ചുരുക്കം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സഹോദരങ്ങളെ, ഹെബ്രായർക്ക് എഴുതപ്പെട്ട ഈ ലേഖനം 11-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ദൈവത്തെ ലക്ഷ്യമാക്കി ചിലർ അവരുടെ ജീവിതത്തിൽ എടുത്ത നിലപാടുകളെ കുറിച്ചാണ്. ദൈവത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു വ്യക്തി എടുക്കുന്ന നിലപാട് ഭൗതികമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന ഒരു നിലപാട് പോലെ ആകണമെന്ന് നിർബന്ധമില്ല. ഒന്ന് ചേർന്ന് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ. ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് ഓരോ വ്യക്തിയും എടുത്ത നിലപാടുകളാണ്. ഒന്ന്, കായേൽ ദൈവത്തെ മുൻനിർത്തി എടുത്ത നിലപാടാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാഴ്ച ദൈവത്തിന് മുമ്പിൽ അർപ്പിക്കുക. ഹെനോക്ക് ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് എടുത്ത നിലപാടാണ് ഏറ്റവും വിശ്വസ്തതാപൂർവം ദൈവത്തിന്റെ തിരുമുമ്പിൽ ജീവിക്കുക. അബ്രാഹാം ദൈവത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ടെടുത്ത നിലപാടാണ് എന്തു വന്നാലും സ്വപുത്രനെ ബലിയർപ്പിക്കുക വരെ ചെയ്താലും വിശ്വാസം കാത്തുകൊള്ളുക. ഈ പരമ്പര മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ കണ്ടുമുട്ടുന്ന മറ്റൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയെ കുറിച്ച് മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത്. മോശ എന്ന് പറയുന്ന വ്യക്തിയും ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു നിലപാടെടുത്തു. അത് മറ്റൊന്നുമല്ല, ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് മോശ ഒരു തീരുമാനമെടുത്തു. ഒന്ന് ചേർന്ന് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചോയ്സ് ഉണ്ട്. ഒരു കടയിൽ ചെല്ലുന്ന ഏറ്റവും നല്ല സാധനം എടുക്കണമെങ്കിൽ നമുക്ക് ചോയ്സ് ഉണ്ട്. ഒരു നല്ല ഭക്ഷണം പല വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും ഒക്കെ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ചോയ്സ് ഉണ്ട്. ചോയ്സ് ഉള്ള സമയത്ത് നമ്മൾ ഒന്ന് തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ പരോക്ഷമായ അർത്ഥം മറ്റ് ഒരുപാട് സാധ്യതകളെ നമ്മൾ തള്ളിക്കളഞ്ഞു എന്നാണ്. ഒന്ന് നമ്മൾ എടുത്തു എന്ന് പറഞ്ഞാൽ കിട്ടാവുന്ന പല സാധ്യതകളെയും നമ്മൾ വേണ്ടെന്ന് വെച്ചു. മോശയ്ക്ക് മുമ്പിൽ ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ചും 2 സാധ്യതകൾ. ഒന്നാമത്തെ മോശയ്ക്ക് മുമ്പിലുള്ള സാധ്യത ഇങ്ങനെയാണ്: ഫറവോയുടെ മകളുടെ സ്വപുത്രനായി ജീവിക്കാനുള്ള ഭാഗ്യം അവനുണ്ട്. വലിയൊരു സാധ്യതയാണ്. രാജ്യത്തിലെ രാജാവിന്റെ രാജകൊട്ടാരത്തിലെ എല്ലാ പ്രൗഢിയിലും ജീവിക്കാനുള്ള ഒരു സാധ്യത മോശയ്ക്ക് കിട്ടി. സത്യത്തിൽ ആ രാജ്യത്തിലെ മുഴുവൻ മനുഷ്യരും സ്വപ്നം കാണുന്നത് ആ രാജകൊട്ടാരത്തിൽ നിന്ന് എത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ്. കാരണം അത്രയും വലിയ സാധ്യതയുള്ള കൊട്ടാരത്തിലെ നിവാസികളും കൊട്ടാരത്തിലെ എല്ലാ അംഗഭടന്മാരോടും ചേർന്നുള്ള സുഖകരമായ ഒരു ജീവിതമാണ്. ഈ സമയത്താണ് ഇസ്രായേലിന്റെ മക്കളുടെ നിലവിളി ദൈവത്തിന്റെ കാതുകളിൽ ചെല്ലുന്നത്. വളരെ ചെറുപ്പകാലം മുതലേ തന്നെ മോശയുടെ അമ്മ മോശയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോനെ, നമ്മൾ ആരും ഈ കൊട്ടാരത്തിൽ വസിക്കേണ്ടവരല്ല, നമ്മൾ ഫറവോയുടെ കൊട്ടാരത്തിൽ വസിക്കേണ്ട വ്യക്തികളല്ല. മോൻ ഇവിടെ വന്ന് പെട്ടത് തന്നെ അന്ന് ഈ ഫറവോ രാജാവ് എല്ലാവരെയും കൊന്നു നശിപ്പിക്കുമെന്ന് പറഞ്ഞ് ഓർഡിട്ട നേരത്ത് ഞാനൊരു കൊച്ചു ഞാങ്ങടയിൽ നിന്നെ രൂപപ്പെടുത്തി, ഒരു കൊച്ചു നൗകിയൊക്കെ രൂപപ്പെടുത്തി അതില് നൈൽ നദിയിൽ ഒഴുക്കിയത് കൊണ്ടാണ് നീ വന്നിവിടെ പെട്ടത്. പക്ഷെ നീ ഇവിടെ കഴിയേണ്ടവരല്ല. ഇവിടത്തെ ട്രെയിനിങ് നിനക്ക് വരും കാലങ്ങളിൽ ഒരുപാട് സഹായിക്കും. പക്ഷേ നീ ഇവർക്ക് വേണ്ടി ജീവിക്കരുത്. മറിച്ച് നമ്മുടെ പിതാമഹന്മാർ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച് ഒരുപാട് വേദന അനുഭവിച്ച് അടിമത്തത്തിലാണ് കഴിയുന്നത്. അവർക്ക് വേണ്ടി നീ ജീവിക്കണം. സഹോദരങ്ങളെ, മോശയ്ക്ക് മുമ്പിൽ 2 സാധ്യതയാണ്. ഒന്നുകിൽ അവന് സുഖകരമായിട്ട് അവിടെ ജീവിക്കാം, അല്ലെങ്കിൽ അവൻ ആ സുഖകരമായ സാധ്യതകൾ വിട്ടെറിഞ്ഞുകൊണ്ട് അവൻ ഇവരെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കാം. അരക്ഷിത അവസ്ഥയിലേക്കാണ് അവൻ ഇറങ്ങിത്തിരിക്കേണ്ടത്. എന്നാൽ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11:25 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്:
ഏതാനും കാലത്തേക്കുള്ള താൽക്കാലികമായ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുക എന്നതിനേക്കാൾ അവൻ സകലരുടെ ഒപ്പം, പ്രത്യേകിച്ചും ഇസ്രായേൽ ജനത്തിന്റെ, ദൈവത്തിന്റെ ജനത്തിന്റെ വേദനയിൽ പങ്കുകൊള്ളാൻ അവൻ തയ്യാറായി. ഒന്ന് ചേർന്ന് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ മനുഷ്യരെ കുറിച്ച് പല വിധത്തിൽ കേൾക്കാറുണ്ട്. മനുഷ്യർ ഇന്ന കഴിവുള്ള ആളാണ്, ഇന്ന കഴിവുള്ള ആളാണെന്ന്. ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ടത് മനുഷ്യനുള്ള പ്രധാനപ്പെട്ട കഴിവ് ചോയ്സ് നടത്താനുള്ള കഴിവാണ്. എന്ന് പറഞ്ഞാൽ പച്ചപ്പുല്ലിന്റെ മുമ്പിൽ അത് വേണ്ട എന്ന് വെക്കാൻ മൃഗത്തിന് പറ്റില്ല, പക്ഷെ മനുഷ്യന് പറ്റും. മധുര പായസത്തിന്റെ മുമ്പിൽ അത് വേണ്ട എന്ന് വെക്കാൻ സാമാന്യ വിധത്തിൽ മൃഗങ്ങൾക്കൊന്നും പറ്റില്ല, എന്നാൽ മനുഷ്യന് പറ്റും. കണ്ടാമൃഗത്തിന് കന്യാമൃതം കാക്കാൻ പറ്റില്ല, പക്ഷെ മനുഷ്യന് പറ്റും. ഒന്ന് ചേർന്ന് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ. തെരഞ്ഞെടുക്കാനുള്ള കഴിവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുകയാണ്. മുഴുവൻ സ്വാതന്ത്ര്യമാണത്. ഇഷ്ടമുള്ളത് വചനം അതുകൊണ്ടാണ് പറഞ്ഞത്, ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ജീവൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു, മരണം നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു, പ്രകാശം നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു, അന്ധകാരം നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. ഇന്ന് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ ഇടുങ്ങിയ വഴി നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു, വിശാലമായ വഴി നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. ഇടുങ്ങിയ വാതിൽ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു, വിശാലമായ വാതിൽ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. സഹോദരങ്ങളെ, മോശ ദൈവത്തിന്റെ ഇഷ്ടം ആരാഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ ഹിതപ്രകാരം ഒരു അരക്ഷിത അവസ്ഥയിലേക്ക് അവൻ ഇറങ്ങി തിരിച്ചു എന്നുള്ളതാണ് മോശയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രേഷ്ഠത. നമ്മൾ ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തില് 11-ാം അധ്യായം 24, 25, 26 വചനങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി അത് വായിക്കാം. മോശ വളർന്നു വലുതായപ്പോൾ ഫറവോയുടെ മകളുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് വിശ്വാസം മൂലം അവൻ നിഷേധിച്ചു. എല്ലാ തെരഞ്ഞെടുപ്പിനും ഒരു നിഷേധമുണ്ട്. കല്യാണം വേണ്ട എന്ന് നിഷേധിച്ചുകൊണ്ടാണ് അച്ഛന്മാർ അച്ഛൻ പട്ടത്തിന് വേണ്ടി പോയേക്കുന്നത്. വളരെ കൂളായിട്ട് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ. നിഷേധമുണ്ട്. ആ നിഷേധം കണ്ടാമൃഗത്തോട് നടത്താൻ പറഞ്ഞാൽ അത് നിഷേധിക്കാൻ പറ്റുമോ? നിഷേധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഫറവോയുടെ മകളുടെ മകനായിട്ട് ജീവിക്കാനുള്ള എല്ലാ സാധ്യതകളും അവൻ നിഷേധിച്ചു. രണ്ടാമത്, പാപത്തിന്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുക എന്നതിനേക്കാൾ ദൈവജനത്തിന്റെ കഷ്ടപ്പാടുകളിൽ പങ്കുകൊള്ളാൻ അവൻ ഇഷ്ടപ്പെട്ടു. സാധാരണയായി ഭൗതികമായ ഏതൊരു അധ്വാനവും നമ്മൾ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, ഏറ്റവും കൂടുതൽ പലിശയുള്ള സ്ഥലത്ത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഏറ്റവും കൂടുതൽ നമുക്ക് ഏർണിങ്സ് ഉണ്ടാകണം. അതിലൊന്നും യാതൊരു തെറ്റുമില്ല. എന്നാൽ ആത്മീയമായ കാര്യത്തിൽ നമ്മൾ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഭൗതികമായ ഒരു ലക്ഷ്യവും നമ്മളെ സഹായിക്കില്ല. ഒന്ന് ചേർന്ന് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഉണ്ടാകുന്ന യാതൊരു അടയാളവും ആത്മീയമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒരു തീരുമാനം എടുക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകില്ല. ഉദാഹരണത്തിന്, മോശ നോക്കുന്ന നേരത്ത് മോശയ്ക്ക് യാതൊരു പിടിയുമില്ല. മോശ സുഖകരമായ ജീവിതം അവിടെ ഉണ്ട്. ഇത്രയും വർഷം ജീവിച്ച 40 വർഷം ജീവിച്ച പാരമ്പര്യം അവനുണ്ട്. എല്ലാം പ്രൊവൈഡഡ് ആണ്. അവൻ ഇറങ്ങിത്തിരിക്കുന്നത് എവിടേക്കാണ്? അരക്ഷിത അവസ്ഥയിലേക്കാണ്, മരുഭൂമിയിലേക്കാണ് അവൻ ഇറങ്ങിത്തിരിക്കുന്നത്. എത്തും പിടിയും കിട്ടാത്തവൻ. അവന് യാതൊരു ട്രെയിനിങ്ങും അതിനില്ല, യാതൊരു പിടിയും അതിനെ കുറിച്ച് അവനില്ല. എങ്കിലും അരക്ഷിത അവസ്ഥയിലേക്ക് അവൻ ഇറങ്ങിത്തിരിക്കുകയാണ്. കാരണം എന്താണെന്നാണ് അടുത്ത വചനം. എങ്ങനെയാണ് പറയുന്നത്? ക്രിസ്തുവിനെ പ്രതിയുള്ള സഹിക്കുന്ന സഹനങ്ങൾ, നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധിയേക്കാൾ വിലയേറിയതായി അവൻ കരുതി. തുടർന്നുള്ള വചനം കൂടി പ്രധാനപ്പെട്ടതാണ്. തനിക്ക് ലഭിക്കാനിരുന്ന പ്രതിഫലത്തിലാണ് അവൻ ദൃഷ്ടി ഉറപ്പിച്ചത്. സഹോദരങ്ങളെ, കർത്താവിൽ ദൃഷ്ടി ഉറപ്പിക്കുകയും സ്വർഗത്തിൽ ദൃഷ്ടി ഉറപ്പിക്കുകയും ചെയ്താൽ മാത്രമാണ് കർത്താവിന് വേണ്ടി ചില തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് കഴിയുള്ളൂ. അല്ലെങ്കിൽ ഒരാൾക്കും കർത്താവിനെ പ്രതി തീരുമാനം എടുക്കാൻ പറ്റില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഞാനത് ആരംഭത്തിൽ സൂചിപ്പിച്ച പോലെ ചില മെറ്റീരിയലായ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഈശോയുടെ പിന്നാലെ പോകാനായിട്ട് ഏത് പൊട്ടനും പറ്റും, അല്ലെ? അതിനുവേണ്ടി മനുഷ്യന് ആരുടെ അടുത്ത് പോകും? ഏത് ദേവന്മാരുടെ അടുത്ത് പോകും? അത് മറ്റു മതസ്ഥരും നമ്മളെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ഘടകമൊന്നുമല്ല. അത് എല്ലാവരും പോകുന്നതാണ് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും നേടിയെടുക്കാൻ. പക്ഷേ ദൈവത്തിൽ നിന്ന് നേടിയെടുക്കാനല്ല, കാണപ്പെടാത്ത ഒന്നിനു വേണ്ടി നഷ്ടമാക്കാൻ കർത്താവിനെ നോക്കി മാത്രമേ നമുക്ക് കഴിയൂ. ഒന്ന് ചേർന്ന് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ.
കാരണം അവൻ മാത്രമേ അടക്കം ചെയ്ത് ഉത്ഥാനം ചെയ്തിട്ടുള്ളൂ, അവൻ മാത്രമേ കടന്നുപോയിട്ടുള്ളൂ, അവൻ മാത്രമേ വീണ്ടും കൂട്ടിക്കൊണ്ടു പോകുവാൻ നമ്മളുടെ അടുത്തേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുള്ളൂ. വീണ്ടും കൂട്ടിക്കൊണ്ടു പോകുവാൻ അവൻ നമ്മുടെ അടുത്തേക്ക് വരുമെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഈ ഒരു വിശ്വാസത്തിലാണ് നിലപാടുകൾ ഓരോരുത്തരായിട്ട് എടുക്കുന്നത്. ഒരു സെമിനാറിൽ ഒരു ചോദ്യം വരികയാണ്, മോശ സത്യത്തിൽ അന്ന് ആ തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അപ്പൊ ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, മോശ മിക്കവാറും ഈജിപ്തിലെ പിരമിഡുകളിൽ ഒന്നായി അതിൽ ഒന്നിൽ ശേഷിച്ചേനെ. അപ്പൊ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, എടപൊട്ട അങ്ങനെയല്ല, അങ്ങനെയാകില്ല, ലോജിക്കലി ഈജിപ്തിലെ പിരമിഡിൽ ഒരാളായിട്ട് മാറുകയില്ല. നമുക്കറിയാം, ദൈവത്തിന് യാഹ്വയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ജനത്തെ നയിച്ചു കൊണ്ടുപോയി കാനാൻ ദേശം എത്തിക്കുക എന്ന് പറയുന്നത് യാഹ്വയുടെ സ്വപ്നമാണ്. അത് നടക്കുക തന്നെ ചെയ്യും. നമ്മൾ നോ പറഞ്ഞാൽ ദൈവം വേറൊരാളെ കണ്ടെത്തും. നമ്മളുടെ ജനത അവിശ്വസ്തമായാൽ ദൈവത്തിന് മറ്റൊരു ജനതയെ തേടി പോകേണ്ടതായിട്ട് വരും. മോശ അവിശ്വസ്തമായാൽ മറ്റൊരു നേതാവിനെ ദൈവം തേടി പിടിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ മോശയ്ക്ക് എന്ത് പറ്റും? പിരമിഡുകളൊന്നും ആയിരിക്കില്ല. എന്നിട്ട് അവൻ പറയുന്നത് എങ്ങനെയാണ്, ഒരു പക്ഷേ മോശ ചെങ്കടൽ മുങ്ങി ചത്തേന്. ആ ബ്രദർ പറയുന്ന ലോജിക്ക് ഇതാണ്. ചെങ്കടല് മുറിച്ച് ഇങ്ങനെ കടക്കുകയാണ്. അപ്പൊ മോശ അവിശ്വസ്തമായതുകൊണ്ട് പാലിക്കില്ലെന്ന് കരുതുക, മോശ ഫറവോയുടെ കൊട്ടാരത്തിൽ തന്നെ കഴിയുന്നു. അപ്പൊ അതുകൊണ്ട് വേറെ ഏതോ ഒരു നേതാവിന്റെ ലീഡർഷിപ്പിൽ ചെങ്കടൽ പിന്നിട്ട് മുന്നോട്ട് പോവുകയാണ്. ആ നേരത്തെ ആരാണ് പിറകിലൂടെ വരുന്നത്? ഫറവോയും ലീഡർഷിപ്പുമാണ്. ഫറവോയുടെ ഭടന്മാർ നേതൃത്വം വഹിച്ച് അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തെ പിടിച്ചുകൊണ്ടു പോകാൻ വരുന്ന നേരത്ത് ആരായിരിക്കും ലീഡർഷിപ്പ് വഹിക്കുക? ലോജിക്കലി മകളുടെ മകനായിരിക്കും. മകളുടെ മകനായ മോസസിനെ മുമ്പിൽ നിർത്തിക്കൊണ്ടായിരിക്കും കടന്നു പോകുന്ന ചെങ്കടൽ വിഭജിക്കപ്പെട്ട് മുന്നോട്ട് കുതിച്ചു പായുന്ന ഇസ്രായേൽ ജനത്തെ പിന്തിരിച്ചു കൊണ്ടുവരുവാൻ പോകുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഫറവോയ്ക്കും കൂട്ടർക്കും പറ്റിയതുപോലെ തന്നെ അവനും ചെങ്കടൽ മുങ്ങിച്ചത്തേനെ. സഹോദരങ്ങളെ, ചെങ്കടൽ മുങ്ങിച്ചാകാൻ ഇടയുണ്ടായിരുന്ന ഒരു ജീവിതത്തെ ദൈവത്തിന്റെ അരുളപ്പാട് പ്രകാരം ദൈവത്തെ മാത്രം ലാക്കാക്കിക്കൊണ്ട് ഒരു തീരുമാനം എടുത്തതുകൊണ്ട് അവൻ ആരായി? ലോക ചരിത്രത്തിലെ കുടിയേറ്റങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ കുടിയേറ്റത്തിന് നേതാവായി മോശ മാറി. ഒരു കരവേറ്റെന്ന് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി തീരുമാനമെടുക്കാൻ ദൈവം നോക്കിയിരിക്കുകയാണ് അവരെ അനുഗ്രഹിക്കാൻ. ദൈവം നോക്കിയിരിക്കുകയാണ് ദൈവത്തിന് വേണ്ടി തീരുമാനമെടുക്കാൻ. സഹോദരങ്ങളെ, നമ്മളൊരു ചെറിയൊരു കൂട്ടായ്മയായിട്ടാണ് ഈ റിട്രീറ്റിൽ പങ്കുവെച്ചുന്നത്. നിങ്ങൾ ഓരോരുത്തരും പ്രധാനപ്പെട്ടതാണ്. നമ്മളൊരു ക്രൗഡ് പുള്ളിംഗ് ആയി ഒരു സർവീസിൽ ചെയ്യുന്നത് പോലെ അല്ല ഇവിടെ ഈ ശുശ്രൂഷ നയിക്കുന്നത്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഓരോ വ്യക്തിയും വളരെ പ്രധാനപ്പെട്ടതാണ്. ശുശ്രൂഷ കഴിഞ്ഞ് നാളെ ഭവനങ്ങളിലേക്ക് മടങ്ങുമ്പോൾ ദൈവത്തിന് വേണ്ടി തീരുമാനം എടുക്കണം. ദൈവത്തിന് വേണ്ടി ചില നിലപാടുകൾ എടുക്കണം. ദൈവത്തിന് വേണ്ടി ചിലത് നഷ്ടമാക്കാൻ നിങ്ങൾ തയ്യാറാകണം. ദൈവത്തെ മാത്രം നോക്കിക്കൊണ്ട് കർത്താവെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ നീ വരുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് ഞങ്ങൾ നിനക്ക് വേണ്ടി നൈമിഷികമായ സുഖങ്ങളെ എന്നതിനേക്കാൾ താൽക്കാലികമായ സുഖങ്ങൾ എന്നതിനേക്കാൾ അരക്ഷിത അവസ്ഥയിലേക്ക് ഞങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നുവെന്ന് ചങ്കൂറ്റത്തോടെ പറയാനുള്ള ഒരു തീരുമാനം നമുക്ക് ഉണ്ടാകണം. ഒരു കരവേറ്റി പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് സുവിശേഷ ശുശ്രൂഷകളുടെ ജീവിതം എടുത്താൽ, ശുശ്രൂഷയിൽ ഇന്ന് മുന്നോട്ട് പോകുന്ന ഏതൊരു വ്യക്തിയുടെ ജീവിതം എടുത്താലും അവർ കംഫർട്ട് സോണുകളെ ബ്രേക്ക് ചെയ്ത് ഇറങ്ങി തിരിച്ചിട്ടുള്ളവരാണ്. അവർക്ക് ഉണ്ടാകാമായിരുന്ന, അവർക്ക് ലഭിക്കാമായിരുന്ന സാധ്യതകളെ വേണ്ടെന്ന് വെച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ചവരാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞേ, ബുദ്ധിയുള്ള ജീവി കണക്ക് പഠിക്കുമെന്നുള്ളതല്ല, ഫിസിക്സ് പഠിക്കുമെന്നുള്ളതല്ല, കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആകുമെന്നുള്ളതല്ല. അതൊക്കെ മുഖ്യമായ എല്ലാവർക്കും കഴിയുന്ന കാര്യമാണ്. എന്നാൽ കർത്താവിന്റെ ദൃഷ്ടിയിൽ ബുദ്ധി നന്നായിട്ടുള്ള ഒരു ജീവിയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നിഷേധിക്കാൻ പറ്റും, അത് വേണ്ടെന്ന് വെക്കാൻ പറ്റും. സഹോദരങ്ങളെ, സ്വർഗം നോക്കുന്നത് കിട്ടാവുന്ന സാധ്യതകൾ കർത്താവിന് വേണ്ടി വേണ്ടെന്ന് വെക്കുന്ന ജീവിതങ്ങളെ എല്ലാ കാലത്തേക്കുമായി ഉയർത്താനാണ്. കിട്ടാനുള്ള മുഴുവൻ സാധ്യതകളെയും ശേഖരിക്കുന്നവരെ അല്ല സ്വർഗം നോക്കുന്നത്. സ്വർഗം നോക്കുന്നത് കിട്ടാനിടയുണ്ടായിരുന്ന ഒരുപാട് സാഹചര്യങ്ങളെ സ്വർഗത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് വേണ്ടെന്ന് വെക്കാൻ, നൈമിഷികമായ സുഖങ്ങൾ വേണ്ടെന്ന് വെക്കാൻ, സ്വർഗരാജ്യമാണ് എന്റെ പൗരത്വം എന്ന് കണ്ടുകൊണ്ട് വേണ്ടെന്ന് വെക്കാൻ തീരുമാനിക്കുന്ന ജീവിതങ്ങളെ എല്ലാ കാലത്തും ദൈവം കാത്തു സൂക്ഷിക്കും. മോശ ഇന്നും ഓർമ്മിപ്പിക്കപ്പെടുന്ന ജനനേതാവാണെങ്കിൽ ഞാനും നിങ്ങളും ഇങ്ങനെ ഉപേക്ഷിച്ചത് കൊണ്ട് ഓർമ്മിപ്പിക്കപ്പെടുന്ന വ്യക്തികളായിട്ട് മാറുവാൻ ഈ പരിശുദ്ധമായ ബലിയിൽ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ
ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് തീരുമാനം എടുക്കുന്ന വ്യക്തികളാണ്. ഇന്നേ വരെ അങ്ങയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടില്ല. വളരെ സിൻസിയറായ ആരാധനയുടെ സമയത്തും വിശുദ്ധ ബലിയുടെ സമയത്തും ഒക്കെ കർത്താവിനോട് നമ്മൾ പറയണം, ഈശോയെ, ഞങ്ങൾ മക്കൾക്ക് വേണ്ടി തീരുമാനം എടുത്തിട്ടുണ്ട്, സഹോദരങ്ങൾക്ക് വേണ്ടി തീരുമാനം എടുത്തിട്ടുണ്ട്, ഭൗതികമായ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി തീരുമാനം എടുത്തിട്ടുണ്ട്. പക്ഷേ അങ്ങയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങൾ അധികം തീരുമാനമൊന്നും എടുത്തിട്ടില്ല. കർത്താവെ, അങ്ങയെ ലക്ഷ്യം വെച്ച് സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട്, ദൃശ്യമായതിലല്ല കർത്താവെ ഞങ്ങൾ കണ്ണുവെക്കുന്നത്, അദൃശ്യമായതിലാണ്. കാണുന്നതെല്ലാം കടന്നു പോകും, കാണപ്പെടാത്തതേ എന്ന് നിലനിൽക്കുകയുള്ളൂ. പൗലോസിന്റെ പ്രബോധനമാണ്. കർത്താവെ, കാണാത്തതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട്, സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് പലതിനെയും വേണ്ടെന്ന് വെക്കാൻ, അങ്ങേക്ക് വേണ്ടി നിലപാടുകളെടുക്കാൻ, അങ്ങേക്ക് വേണ്ടി തീരുമാനമെടുക്കാനുള്ള കൃപയും ശക്തിയും തരണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ ആയിരുന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരങ്ങളെ, ഒരു കൊച്ചു ചിന്തയാണ് മാത്രമാണ് നമ്മളിപ്പോൾ ധ്യാനിച്ചത്. ദൈവത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തികളെ ദൈവം മാനിക്കും. ദൈവത്തിന് വേണ്ടി നഷ്ടമാക്കാനും ദൈവത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തികളെ അനുഗ്രഹിക്കാനും സ്വർഗത്തിലെ പിതാവ് കാത്തു നിൽക്കുകയാണ്. മോസസിന് വേണ്ടി കാത്തു നിന്ന ദൈവം നമ്മളെയും നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ, മുൻപന്തിയിൽ കൊണ്ടുവന്ന് ആക്കാൻ, കർത്താവിന്റെ പടയാളികളാക്കാൻ നോക്കി നിൽക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ അതിനു വേണ്ടി അഭിഷേകം ചെയ്യണമേ. വിശ്വാസത്തിന്റെ എല്ലാ ആയുധങ്ങളും, സ്വർഗത്തിലെ എല്ലാ ആയുധങ്ങളും കർത്താവിന് ഞങ്ങൾക്ക് തരണമേ. കർത്താവ് വീണു പോകുന്ന ജീവിതമാണ് ഞങ്ങളുടേത്. ഒരുപാട് പരിമിതിയും പോരായ്മയുള്ള ജീവിതമാണ് ഞങ്ങളുടേത്. എങ്കിലും കർത്താവെ, സ്വർഗത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, സ്വർഗത്തിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. കർത്താവെ, കാണുന്നതൊക്കെ കടന്നു പോകുമെന്ന് ഞങ്ങൾ ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. കർത്താവെ, കാണപ്പെടാത്ത ഒന്ന് ഞങ്ങൾക്കായിട്ട് കാത്തിരിപ്പുണ്ട് എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. കർത്താവെ, സ്വർഗത്തിന് വേണ്ടി ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നമുക്കിത് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, നന്ദി പറയുന്നു. കർത്താവെ, നിന്റെ മക്കൾ ഒന്ന് ചേർന്ന് എന്നെ മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, നിനക്ക്